നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് യുവാവിന് ദാരുണാന്ത്യം. ആറളം ഫാം 10-ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. പുലർച്ചെ മൂത്രമൊഴിക്കാനായി വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇയാളെ കാട്ടാന ആക്രമിച്ചത്. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തിയെന്ന പരാതി ചിന്താ ജെറോം ഉൾപ്പെടെ 55 പേർക്കെതിരെ കേസ്. പാലക്കാട് മണപ്പുള്ളിക്കാവ് വേലയോടനുബന്ധിച്ച നഗര പ്രദക്ഷിണത്തിനിടെ ആന വിരണ്ടോടി. എഴുന്നള്ളിപ്പിനെത്തിയിരുന്ന ചിറക്കൽ പരമേശ്വരൻ എന്ന ആനയാണ് വിരണ്ടത്. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. പത്തനാപുരം സ്വദേശി ഷീബ, നിലമ്പൂർ സ്വദേശി ഇസ്മായിൽ എന്നിവരാണ് മരിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU പ്രവർത്തകന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി. കഴുത്തിനു പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. പുലർച്ചെ 4 മണിക്ക് കാർ മാർഗം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. പത്തനംതിട്ട കോന്നി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ S ശശീന്ദ്രകുമാറിന് സസ്പെൻഷൻ. സർക്കാർ നയത്തിനും ഉത്തരവുകൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് കാട്ടിയാണ് നടപടി. പീഡനക്കേസ് ഇരകളുടെ പേര് വെളിപ്പെടുത്തി. R ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച് കോടതി. വലിയങ്ങാടി കെട്ടിട ദുരന്തം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം വീതം നൽകാൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ശുപാർശ. ആറളം ഫാമിൽ തൊഴിലാളിക്ക് നേരെ വീണ്ടും കാട്ടാനയുടെ ആക്രമണ ശ്രമം. ഓടി വീണ തൊഴിലാളിക്ക് പരിക്ക്. കോഴിക്കോട് സ്കൂൾ കെട്ടിടത്തിന്റെ സൺഷെയ്ഡിലെ കോൺക്രീറ്റ് അടർന്നു വീണ് അധ്യാപികയ്ക്ക് പരിക്ക്. ഉത്സവത്തിനിടെ വെളിച്ചപ്പാട് കുഴഞ്ഞു വീണു മരിച്ചു. കൊടുവള്ളി സ്വദേശി സുരേന്ദ്രനാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. കാട്ടാനക്കലിയിൽ യുവാവിന്റെ മരണം. ആറളത്തേത് നരക ജീവിതമെന്ന് നാട്ടുകാർ. കുടുംബത്തിന് നഷ്ടപരിഹാര തുക ഉടൻ നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ദില്ലി മദ്യനയ അഴിമതി കേസ് അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തൻ. മലപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കെ കാർ പൂർണ്ണമായും കത്തി നശിച്ചു. കാറിലുണ്ടായിരുന്ന 4 പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ 3-ാം മുറ. പ്രതികൾ നേരിട്ടത് ക്രൂരമർദ്ദനം. 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഇടുക്കിയിൽ സ്ത്രീകൾക്ക് നേരെ DCC അംഗത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണം. ഇടുക്കിയിൽ രാജകുമാരി കുമ്പപ്പാറയിലാണ് സംഭവം നടന്നത്. ചെന്നൈ ടു കോഴിക്കോട് സ്വകാര്യ ബസ്സിലെത്തിയ സുമൈറിനെ കാത്ത് വയനാട് അതിർത്തിയിൽ എക്സൈസ്. ലക്ഷങ്ങളുടെ മെത്താഫിറ്റമിനുമായി പിടിയിൽ. തേന്മലയിൽ വളർത്തുപോത്ത് കുത്തി പരിക്കേറ്റയാൾ മരിച്ചു. ഉറുകുന്ന് അയ്യങ്കാളി നഗർ സ്വദേശി രാജനാണ് മരിച്ചത്. ഇടുക്കി തൊടുപുഴയിൽ ലേഡീസ് ഹോസ്റ്റലിനുള്ളിൽ വനിതകളെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതി പോലീസ് പിടിയിൽ. അറക്കുളം സ്വദേശി അഖിൽ P രഘുവാണ് പിടിയിലായത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മണ്ണാർക്കാട് സീറ്റിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ CPI. വ്യക്തിഗത വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിക്കും OSDക്കുമെതിരെ നടപടി വേണം. ഡാറ്റ ചോർച്ചയിൽ ചെന്നിത്തല. കാക്കനാട് 8 വയസ്സുകാരനെ അമ്മയുടെ സുഹൃത്ത് ആക്രമിച്ചതായി പരാതി. ടാബ് കൊണ്ടുള്ള ആക്രമണത്തിൽ കുട്ടിയുടെ നെറ്റിയുടെ വലതുവശത്ത് പരിക്കേറ്റിട്ടുണ്ട്. വാടക വീട് ഒഴിപ്പിക്കുന്നതിനിടെ വനിത ASIയെ തീ കൊളുത്താൻ ശ്രമം. യുവതിക്കെതിരെ കേസ്. സംഭവം കോഴിക്കോട്. കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനെ ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവം. പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തും. വിദ്യാർത്ഥികൾക്ക് വായനയ്ക്ക് ഗ്രേഡ് മാർക്ക് നൽകുന്നത് പരിഗണനയിലെന്ന് മന്ത്രി V ശിവൻകുട്ടി. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 50 രൂപ കൂടി 14,810 രൂപയും പവന് 400 രൂപ കൂടി 1,18,480 രൂപയുമായി. വെള്ളിക്ക് 285 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 217, ലോട്ട് 202, ഒട്ടുപാൽ 140, കുരുമുളക് 675, അടയ്ക്ക 400, കശുവണ്ടി 161, തേങ്ങ 55, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 130. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.